അപ്പോൾ നമ്മൾ റിപ്പോർട്ടിന്റെ ഓണം മസാലയിൽ നമുക്കൊപ്പം ചേരുകയാണ് ടീം മസാല കോഫി. വെൽക്കം ടീം മസാല കോഫിയുടെ എല്ലാമായ വരുൺ സുനിലാണ്. വരുൺ, അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ. അഭിജിത്ത് അനിൽകുമാർ ഞങ്ങളുടെ ലീഡ് വോക്കലിസ്റ്റ് ആണ്, പുതിയ ലീഡ് വോക്കലിസ്റ്റ്. ഓക്കെ, മലയാളിയാണ്. റാസിഖ് പൂനെക്കാരനാണ്, ഞങ്ങളുടെ അഗൈൻ ന്യൂ. അപ്പൊ എല്ലാരും ഉണ്ട് ഒരു പാൻ ഇന്ത്യൻ. പിന്നെ നമ്മൾ ആ ചെറിയ കളികളൊന്നും കളിക്കാറില്ല. റാസിഖ് മലയാളി അല്ല, പക്ഷെ മലയാളം പാട്ടുകളും പിന്നെ അത്യാവശ്യം തെറികളൊക്കെ പറയും. മലയാളം പഠിപ്പിച്ചെടുത്തു റാസിഖിനെ. പിന്നെ തീർച്ചയായിട്ടും. അപ്പോ പിന്നെ സൂര്യ നമ്മുടെ ലീഡ് ഗിറ്റാറിസ്റ്റ് ആണ്. സൂര്യ മൈസൂർ നിന്നാണ്, കന്നഡിക്കാണ്. സൂര്യ ഞങ്ങളുടെ ബാൻഡ് മാനേജറിന്റെ കൂടെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. അങ്ങനെയാണ് സൂര്യ വന്നത്. Can you figure out what I'm saying? Yeah, I studied sound engineering with our band manager Binoy. മലയാളം കുറച്ച് മനസ്സിലാകും, പറഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ വന്നിട്ട് ആദ്യം പഠിച്ച വേർഡ് അതാ. അത് പറഞ്ഞ പണിയോ വേണ്ട. എന്തെങ്കിലും ഒന്നും പഠിച്ചിട്ടില്ല മലയാളം? I've been with the band since 2 years, so കുറച്ച് മനസ്സിലാകും. കുറച്ച് അത് തന്നെ മതിയല്ലോ, കുറച്ച് മനസ്സിലാകും. ഭക്ഷണം കിട്ടുമോ, എപ്പോ കിട്ടും, ഇതൊക്കെ അറിയാം. ഷൂട്ട് കഴിയാറായോ? അതെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പോ നമുക്ക് നേരെ കാര്യത്തിലോട്ട് വരാം. ഈ പറഞ്ഞ് കേട്ടതാണെങ്കിലും എങ്കിൽ പറയാം, ഈ മസാല കോഫി എന്നുള്ളൊരു പേരിലേക്ക് നമ്മുടെ ടീം എത്തുന്നത് എങ്ങനെയാണ്? വണ്ടർഫുൾ പുതിയ ചോദ്യമായതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല. ആരും ചോദിക്കാത്ത ചോദ്യം അതാണ്. അല്ല, മസാല കോഫി എന്നുള്ള നമ്മുടെ ബാൻഡ് തുടങ്ങണ സമയത്ത് 2014 ഞാൻ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ബോംബെയില് നമ്മുടെ സ്റ്റുഡിയോന്റെ പുറത്ത് ഒരു ചായ കൊടുക്കുന്ന ഒരു ചേട്ടൻ വരും. പുള്ളി ഒരു സൈക്കിളിൽ പുള്ളിയുടെ വീട്ടിലുണ്ടാക്കിയിട്ട് പുള്ളി കൊണ്ടുവരും. നമ്മളിങ്ങനെ തല പുണ്ണായി നിൽക്കുകയാണ്, പാട്ടുകളുടെ രാത്രി 2-2:30 കണ്ടാണ് വെളുപ്പിന്. അപ്പോൾ പുള്ളി വന്നിട്ട് നമുക്കെന്നാ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സൗണ്ട് എഞ്ചിനീയറും കൂടിയും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി പോയ സമയത്ത് അവനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, മസാല ബാൻഡിന്റെ പേരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഇടണം എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ അവൻ പറഞ്ഞു മസാല ചായ ഇടാന്ന് പറഞ്ഞു. കാരണം പുള്ളി മസാല ചായ കൊണ്ടാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. മറ്റേ പലതരം മസാല, അതായത് വെറൈറ്റി എന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചില്ല. ഇപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോ നമ്മള് പറയുമല്ലോ, അപ്പൊ നമ്മള് പാട്ടും ഒരു മസാലയാണല്ലോ. അതാണ്, ആൾക്കാരും മസാല. ഞങ്ങൾ എന്ത് പറയുമ്പോഴും മസാല ചേർത്ത് പറയാറുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചൊന്നുമില്ല. ഞങ്ങള് ഇങ്ങനെ സ്റ്റുഡിയോന്ന് പുറത്തിറങ്ങി ഇങ്ങനെ വരും. ഇങ്ങനെ നല്ല ഉഗ്രൻ മസാല ചായ ഉണ്ടാക്കിയിട്ടാ കൊണ്ടുവരിക, അത് വെളുപ്പിന്. അപ്പൊ അത് ഒരെണ്ണം കുടിച്ച് എന്താ പറയാ, മസാല ചായ എന്ന് പേരിട്ടൂടാ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പേര് നമുക്ക് പിന്നെ ഒരു കോമൺ സംഭവമാണല്ലോ ഈ മസാല ചായ എന്നുള്ള, എല്ലാവർക്കും അറിയുന്ന. എന്നാ മസാല കോഫി എന്നാക്കിയാലോ, വെറുതെ ചുമ്മാ ഒരു ഹരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കാം നമുക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട ഒരു പേരാണ് മസാല കോഫി എന്ന്. പിന്നെ അത് നമ്മള് കുറെ പേര് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ കാപ്പി കച്ചവടക്കാരാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജസ് ഇങ്ങനെ വരും. പിന്നെ ഇതുപോലെ അഭിജിത്ത് പറഞ്ഞ പോലെ ഈ സ്റ്റോൾ ഇടാൻ വേണ്ടിയിട്ട്, അതായത് ഏതെങ്കിലും പ്രോഗ്രാമിന് മറ്റേ ഫുഡ് ഫെസ്റ്റിവൽസിനൊക്കെ മസാല കോഫി ഉണ്ടോ ചോദിച്ചിട്ട് വിളിക്കണവരുണ്ട്. അവരെ തെറ്റ് പറയാൻ പറ്റില്ല ഇങ്ങനെ. അപ്പൊ വരുൺ എല്ലാരും ഇൻട്രോഡ്യൂസ് ചെയ്യില്ല. വരുണിന്റെ സ്ഥലം എവിടെയാണ് ശരിക്കും? എന്റെ അമ്മയുടെ നാട് എന്ന് പറയുന്നത് ആക്ച്വലി ഷൊർണൂരാണ്, പൈങ്കുളം എന്നുള്ള സ്ഥലത്താണ് അവിടെ. പക്ഷെ അച്ഛനും അമ്മയും എല്ലാവരും കൊച്ചിയിൽ തന്നെയാണ്. ഞാൻ എന്താ പറയാ, വർഷങ്ങളായിട്ട് ഞാനൊരു 18 വയസ്സായപ്പോഴത്തേക്കും ഇവിടുന്ന് വിട്ടു, കൊച്ചി വിട്ട് ഞാൻ ചെന്നൈ പോയി. ചെന്നൈയിൽ നിന്ന് പിന്നെ ബോംബെയിലായി. പിന്നെ ഇപ്പൊ ഇങ്ങനെ ട്രാവലിംഗ് ആണ്. കാന്ത എന്ന് പറഞ്ഞൊരു പാട്ടാണ്, അതാണല്ലോ നിങ്ങൾ ഹിറ്റാക്കിയ പാട്ടെന്ന് വേണം പറയാൻ, കാന്ത. പക്ഷെ അതിന് പിന്നീട് പലരും അത് പാടിയിട്ടുണ്ട്. അതെ, തീർച്ചയായും ഒരുപാട് പേര് പാടുന്നുണ്ട്, അത് സ്റ്റേജിൽ പാടുന്നുണ്ട്. പക്ഷെ അത് അതുപോലൊരു ഹിറ്റായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ പാടിയ കാന്ത, നിങ്ങൾ പാടുന്ന ആ ഒരു വൈബ്, അത് പിന്നീട് എവിടെയും കേട്ടിട്ടില്ല. അതെ, അത് നമ്മൾ ആദ്യം ഇപ്പൊ ബാൻഡ് തുടങ്ങിയ സമയത്ത് 2016 ഇത് ബാൻഡ് തുടങ്ങിയത്. അല്ല, ഈ കാന്ത വന്നത് 2016 ശേഷം. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയണത്, അന്നത്തെ ഒറിജിനലിനേക്കാളും അന്ന് പാടിയ അതേ
ഐ മീൻ ഞങ്ങളാ സ്റ്റേജിൽ പാടുമ്പോൾ എപ്പോഴും മസാല കോഫിയുടെ അടുത്തുനിന്ന് കാന്ത കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അതെ തീർച്ചയായും. എന്താ പറയാ, എസ്പെഷ്യലി അഭിജിത്ത് ഇപ്പൊ അത് വന്ന് രണ്ടാമത് അതിനെ പാടി അതിൻ്റെതായ നമ്മുടേതായ ഒരു സ്റ്റൈല് മാറ്റി എന്നാ പിന്നെ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? കേൾക്കാമല്ലോ. അതിനെന്താ, അഭിജിത്ത് വേറെ ലെവലിലേക്ക് ആക്കിയെടുത്തില്ലേ എന്നെ. ഓക്കെ. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. 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 പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമെനിക്കൊന്നു കാണണ കാന്ത, പൂരമെനിക്കൊന്ന് കൂടണ കാന്ത, പൂരമെനിക്കൊന്നു കൂടണ കാന്ത, തിമിലയെനിക്കൊന്ന് കാണണ കാന്ത, തിമിലയെനിക്കൊന്നു കാണണ കാന്ത, തിമിലയെനിക്കൊന്ന് കൊട്ടണ കാന്ത, തിമിലയെനിക്കൊന്നു കൊട്ടണ കാന്ത. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കാന്ത ഞാനും വരാം തൃശൂർ. ഗമ പദനി ധനി ധനി പനി ദ പമ ഗമ പദനി ദ പമ ഗമ ഗരി സനി ധനി സഗരി രി രി സരി ഗമ ഗരി സനി ദ പദരി സരി ഗമ ഗമ ഗരി സരി ഗമ പമ ഗരി സരി ഗമ പമ ഗമ പദനി ദ പമ ഗമ പദനി സ പദനി സരി ഗമ ഗരി സനി ദ ഗരി സനി ധരി സനി ദ പ ഗമ പദനി സ ധനി രി ധനി ഗ രി ഗമ ഗമ പമ ഗരി സനി ദ പമ പദനി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി 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 സ ധനി ധനി സനി ധനി 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 ദ പമ ഗമ പദനി സനി ഗമ ഗരി സനി ദ പമ പദനി സ സ ധനി സ ധ സ ധനി സ ധ സ ഗരി സനി ദ പമ പദനി സ സ ധനി സ ധ ധനി സ ധ ഗരി സനി ദ പമ പദനി സ ധനി സ ധനി സ ധനി സ ധനി രി സനി രി സനി രി സനി രി സനി ഗരി സനി ദ പമ ഗമ പദനി സ പദനി സരി ഗമ ഗരി സനി ദ പമ ഗമ പദനി പദനി സ സ സ സ സ. വരുൺ വരുൺ ആണല്ലോ ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവരെല്ലാരും ലീഡേഴ്സ് ഒക്കെ തന്നെ. ഓക്കെ, അതായത് വരുണിനോടാണ് ചോദ്യം. ഓ. അതായത് ഈ സന്ദേശം മൂവിയില് ഇന്നസെന്റ് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് പാട്ട് പാടിയാൽ കയ്യിലെടുക്കാം. ശ്രീനിവാസനോടാണ് ആ ഉപദേശം. അപ്പൊ ഞാൻ ഈ ടീമിനെ നോക്കുമായിരുന്നു. വളരെ യങ്ങാണ്, ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണ്. ഈ ഫാൻസിനെ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. You both didn't understand what she asked. I got only good looking. Yeah, you understood only good Yeah. looking. She's asking about the fans. ഫാൻസ് He's asking about your fan base. ഫാൻ ബേസ്. ഫാൻസ് ഏറ്റവും കൂടുതൽ Fans. അവനാണ് എല്ലാ പെണ്ണുങ്ങളും വന്നിട്ട് അവൻ്റെ അടുത്ത് ഹൂസ് ദാറ്റ് ഗിറ്റാറിസ്റ്റ് എന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ആർക്കാണ്? ഈ Band. അല്ല, എല്ലാരും വന്നിട്ട് ചോദിക്കും ആരാണ് ആ ലീഡ് ഗിറ്റാറിസ്റ്റ് എന്ന് ചോദിക്കും. അപ്പൊ Okay. അവനാണ് കൂടുതൽ fan. I play the guitar. ഓക്കെ. So usually Razik and Abhijit and Varun Cheta, they usually handle the fans and click pictures and they Okay. interact with Hello. the. Are you She's asking saying you to repeat no the girl answer. has come to you to take pictures and No, they have come to me as well. അത് പറഞ്ഞാ മതി. പ്രധാനപ്പെട്ട ചോദ്യം പറഞ്ഞേ. ഫാൻസ് വരാറുണ്ട്, പക്ഷെ അവരെ മാനേജ് ചെയ്യാറ് വരുൺ ചേട്ടനാണെന്നാണ് പറഞ്ഞത്. എടാ, അല്ലേ? Because we both are currently married. Abhijit and Razik, they are like free birds. ഓൾറെഡി മാരീഡ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് പറയുന്നേ. ഓഹോഹോ, അപ്പൊ നമ്മളെയൊക്കെ ലോക്കാക്കി എന്നാണ് പറയണത്. അല്ല, അവരെ മാനേജ് ചെയ്യാൻ ഒരു ടീം ഉണ്ടാവുന്നത് നല്ലതാ. അവന്റെ കല്യാണമാണ് ഇപ്പൊ അടുത്തത്.
സോറി, ഒരുമിച്ച് എല്ലാരെയും ബുക്കത്തുള്ളൂ അല്ലേ? ടീഷർട്ടിലെ യു ക്യാൻ റീഡ് ഹിസ് ടീഷർട്ടിലെ ടെക്സ്റ്റ് വായിച്ചാൽ മതി. റിപ്ലൈ റിപ്ലൈ റൈറ്റ്, ഐ ഡോണ്ട് കെയർ. അഭിജിത്താണ് ഈ ബാൻഡിൽ ഏറ്റവും യങ്ങസ്റ്റ്. ബോയ്. അത് ഞാൻ. അത് അതെ, ഏറ്റവും കൂടുതൽ റാഗ് ചെയ്യപ്പെടുന്ന ആളും ഞാനാണ് ആണ്. വന്നപ്പോ തൊട്ട്. അഭിജിത്തിനെ കൊണ്ട് ആദ്യം പാടിപ്പിച്ച പാട്ട് ഏതാണ്? അഴകേ സുഗമാ ഉന്താപങ്ങൾ സുഗമാ അன்பே സുഗമാ ഉന്താപങ്ങൾ സുഗമാ തലൈവാ സുഗമാ സുഗമാ உன் தனிமை சுகமா சுகமா வீடு வாசல் சுகமாவும் வீட்டு தோட்டம் சுகமா பூக்கள் எல்லாம் சுகமா உன் பொய்கள் எல்லாம் சுகமா சுகமா உந்தாபங்கள் சுகமா. That was the first song I sang. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പണ്ടൊക്കെ ഇപ്പോൾ കലാഭവനിൽ, ഇപ്പോൾ സിനിമയുടെ നോക്കുകയാണെങ്കിൽ കലാഭവനിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുമ്പം ഒരു കൃത്യമായിട്ട് ഇപ്പോൾ ഒരാളെ റീപ്ലേസ് ചെയ്യാന്ന് പറയില്ലേ, ഇപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ സെലക്ട് ചെയ്യുമ്പോൾ അതിനൊരു കൃത്യമായ മാനദണ്ഡം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മ്യൂസിക് ബാൻഡാണ്. അപ്പോൾ അവിടെ വരുന്ന ആള് നമ്മുടെ ഓഡിയൻസിന് ഒക്കെ നോക്കിയിട്ടാവില്ല, ഒരു മാനദണ്ഡം ആവില്ല നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെയൊക്കെ ചൂസ് ചെയ്ത ആ ഒരു രീതി എങ്ങനെയാണ്? ഒന്ന് വേണ്ടത് നമുക്ക് ബാൻഡില് ഒന്ന് മ്യൂസിക് നോളജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ നമുക്ക് സമാധാനം വേണം. നമ്മൾ ബാൻഡിൽ വരുമ്പോൾ എല്ലാവരുടെയും സമാധാനം ഉണ്ടോ? തീർച്ചയായിട്ടും സമാധാനമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കില്ല ഒരുമിച്ച്. സോ അമ്മമാർക്ക് മനസ്സിലാവുന്നില്ല, അതും എനിക്കൊരു സമാധാന. അതുകൊണ്ട് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഫാമിലി പോലെ നിൽക്കണം, അത്രേ ഉള്ളൂ. ഒരു ബാൻഡ് എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സ്, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. എസ്പെഷ്യലി നമ്മളൊരു വലിയ ബാൻഡാണ്. വലിയ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് നമ്മൾ വലിയ ബാൻഡാണ്. അപ്പോൾ പലവർക്കും പല ടേസ്റ്റുകളാണ്. ആൾക്ക് ഇന്ന ഭക്ഷണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് വേറൊരു ഭക്ഷണം, അതുപോലെ തന്നെ അവരവരുടേതായ. പക്ഷെ ഞങ്ങള് ഓരോ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും. ഇപ്പൊ ഒരു പാട്ട് അവൻ അയച്ചു കൊടുത്താൽ അവനത് പാടുന്നുള്ള എനിക്കറിയാം, അല്ല എനിക്കൊരു പാട്ട് തന്നാൽ മ്യൂസിക് ചെയ്യാൻ ഞാനത് ഈ രീതിയിൽ ചെയ്യുള്ളൂ എന്നുള്ള ആ ട്രസ്റ്റ് ഉണ്ട്. കാരണം ബാൻഡ് തുടങ്ങിയിട്ട് 10-12 വർഷമായി. അതുകൊണ്ട് നമ്മൾ ആ ട്രസ്റ്റിന്റെ ബേസിസിലാണ് എല്ലാവരും മുമ്പോട്ട്. അപ്പം നമ്മുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടിലേക്ക് പോയി ഈ ഒരു വൈബ് പിടിച്ചേ. ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട് ഏതാണ്? കന്നഡ പാടണം, ഒരു എനർജി ആവട്ടെ അല്ലേ? ഇപ്പൊ റീസെന്റ് നമ്മൾ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു പാട്ടുണ്ട്, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ. അതൊരു ഫോക്ക് സോങ് തന്നെയാണ്. അതിന്റെ ഒരു നമ്മൾ അതിന്റെ ഒരു കുറച്ച് വരി പാടാം അല്ലേ? ആദിയിലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, 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 ആദിയിലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. തന്താനേ ദാനാ ദിന തന്താനം ദാന, തന്താനേ ദാനാ ദിന തന്താനം ദാന, തന്താനേ ദാനാ ദിന തന്താനം ദാന, തന്താനേ ദാനാ ദിന തന്താനം ദാന. വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, 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 വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. തന്താനേ ദാനാ ദിന തന്താനം ദാന, 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 തന്താനേ
ദാനം ദാന. വാവ്. അപ്പോൾ അടിപൊളി. എന്താ പറയണ്ടതിന്? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഒരു അതായത് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ ഓടി നടന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് പോയി, അതുകൊണ്ടാണ്. എന്നാ ഓടി കിടന്നോ. അല്ല, ആര്യയെ കുറിച്ച് ഞങ്ങൾക്ക് പറയണമല്ലോ. ചോദിച്ചു. ആര്യ എവിടുന്നാണ്, ഓക്കെ. എത്ര നാളായി റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട്? ഇതൊക്കെ വളരെ ക്രിഞ്ച് ചോദ്യമാണെങ്കിലും ചുമ്മാ പറയും, ഞങ്ങൾക്ക് ഞാൻ പറയണമല്ലോ. ചോദിച്ചുകൊണ്ടായിരിക്കില്ല, എന്റെ ചോദ്യം പിടിച്ച് ഇങ്ങനെ വരാൻ തോന്നല്ലേ. അറിയാൻ വേണ്ടിട്ട്. ഞാനൊരു 2 വർഷമായിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗമാണ്. 2 വർഷമായിട്ട്. ബേസിക്കലി എന്റെ നാട് പത്തനംതിട്ടയാണ്. ന്യൂസ് ആങ്കർ ആണ് ഇവിടുത്തെ. പിന്നെ എന്തെങ്കിലും പാട്ട് നിങ്ങൾ നിർബന്ധിച്ച വേണ്ട കേട്ടോ. ആടി മറ്റേ സിനിമയിലുള്ള പോലെ പാടുവോ? പാടുവോ? എന്തെങ്കിലുമൊക്കെ 4 വരിയൊക്കെ പാടും. നോക്കാം അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പാട്ടുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, ഈ പാട്ടുകൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ പഴയ പാട്ടുകൾ ചില ഓഡിയൻസ് പറയാറുണ്ടല്ലോ, ആ പാട്ട് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അത് നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ട്, അതിൻ്റെ ഭംഗി പോകും. എന്നാൽ പോസിറ്റീവായിട്ട് കാണുന്ന നമ്മൾ കുറച്ച്, എനിക്കൊന്ന് ന്യൂജൻ പിള്ളേർ കുറച്ചുകൂടെ അതിനെ പോസിറ്റീവായിട്ട് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പഴയ ആൾക്കാർ പറയും ആ പാട്ട് വീണ്ടും കൊണ്ടുവന്ന് കുളവാക്കിയത്. ഈ സ്ലോ ഫേസ് പാടുമ്പോഴൊക്കെ പറയും, അത് കുളവാക്കാനാണോ? അതിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ പഴയ പാട്ടുകൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ ജോൺസൺ മാഷിൻ്റെയും അല്ലെങ്കിൽ വിദ്യാജിയുടെയും ഒക്കെ കുറേ പേരുടെ പാട്ടുകൾ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സൈഡിൽ നിന്ന് അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ പാട്ടിൻ്റെ സത്തുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്നുള്ള പാട്ട്, ആക്ച്വലി അതിൻ്റെ അകത്ത് തുടക്കത്തിലൊരു ഫ്ലൂട്ടിൻ്റെ ബിറ്റുണ്ട്. നമ്മൾ ആ മെലഡി മൊത്തത്തിൽ മാറ്റി ആ പാട്ടിനെ പൊളിച്ചു പണിത് നശിപ്പിക്കാതെ അതിനെ ആ മെലഡി വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ കോഡ്സ് മാറ്റുക, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി രാത്രി കൂടി അങ്ങനെയൊക്കെ ഞാനൊക്കെ പാടി വരുന്ന പോലെ അല്ലേ? ബാക്കി പാടുവോ? അതുപോലെ അതുപോലെ ചെറിയൊരു ഹിന്റ് തന്നാണ്, എനിക്കും പാടാൻ അറിയാം. ഇപ്പൊ റാസിക്ക് ഒരു പാട്ട് ഇതുപോലെ ഒരു കവർ പാടിയിട്ടുണ്ട്, റഹ്മാൻ സാറിന്റെ ഫിറിസേ ഉടിച്ചലാന്ന് പറഞ്ഞിട്ട്. റോക്ക് സ്റ്റാറിലെ പാട്ട് ഞങ്ങൾ അങ്ങനെയുള്ള കുറെ കവേഴ്സും ചെയ്യുന്നുണ്ട്. അതിനൊന്നും അവരുടെ എസൻസ് മാറ്റിയിട്ട് നമ്മൾ കോപ്രായം കാണിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ മെയിൻ. ഇത് ഇപ്പൊ നമ്മളെ കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. പണ്ടത്തെ വലിച്ചഴക്കരുത് എന്നൊക്കെ പറയില്ലേ, പാട്ടിനെ ഭയങ്കരമായിട്ട് കില്ല് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പലയിടത്തും. അതിനെ കൊല വിളിക്കരുത്. അതിനെ ചില പാട്ടുകളൊന്നും ചില ആൾക്കാർ, ചില പിള്ളേർ അതിനെ റോക്കാക്കും. അതായത് റോക്ക് മോഡിൽ പാടിയിട്ടൊക്കെ അതിനെ, നമ്മൾ അതൊന്നും ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അങ്ങനത്തെ ഒരു വൃത്തികേട് ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിശ്വാസം. ഈ പഴയ പാട്ടുകൾ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും മാനദണ്ഡം, അതായത് നമ്മുടെ ടീമില് ഈ ഇഷ്ടമുള്ളതുകൊണ്ട് ഈ പഴയ പാട്ടുകളുടെ ഭംഗി ഇപ്പോഴത്തെ പാട്ടുകൾക്ക് എല്ലാത്തിനും ഉണ്ടോന്ന് എനിക്ക് നമ്മള് സത്യസന്ധമായിട്ട് പറയാം, നമ്മളൊരു പാട്ട് ചെയ്യുന്നത് അതിനെ ക്ലിക്കാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. 10 പാട്ടുകൾ ഒരെണ്ണം ക്ലിക്കാവും ചിലപ്പോ, അല്ലെ 20 പാട്ടിൽ ചിലപ്പോൾ 2 ക്ലിക്കാവും. പക്ഷേ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ വി നീഡ് ടു കീപ്പ് എക്സ്പ്ലോറിങ്. AR റഹ്മാൻ സാറിൻ്റെ പഴയ പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറേ എക്സ്പെരിമെൻ്റൽ സോങ്സ് പുള്ളി ഇപ്പോൾ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ ലോട്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പുള്ളിയുടെ തല പോകുന്ന എങ്ങനെ നമുക്കറിയില്ല. അപ്പം ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, ഇന്ന പഴയ പോലെ ചെയ്യണമെന്നില്ല, പുതിയതെന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യണം, പുതിയതെന്തെങ്കിലും ചെയ്യണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് AR റഹ്മാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു തമിഴ് പാട്ടായാലോ? തമിഴ് നമ്മുടെ പാട്ട് തന്നെ ചെയ്താലോ? റഹ്മാൻ സാറിന്റെ പാട്ട് ഓൾറെഡി പാടി കഴിഞ്ഞില്ലേ? சிரிக்கலாம் பறக்கலாம் இறக்கைகள் முளைத்ததே மிதக்கலாம் குதிக்கலாம் கவலைகள் மறக்குமே சிரிக்கலாம் பறக்கலாம் இறக்கைகள் முளைத்ததே மிதக்கலாம் குதிக்கலாம் கவலைகள் மறக்குமே நேரங்கள் காலங்கள் சில் பண்ண தேவாயில்லை சேஸ் என்று கூவிப்பார் சொர்க்கமும் தூரமில்லை சாட்டர்டே நைட் மட்டும் பாடிகள் போதாவில்லை அன்பனம் சன்பந்தான் வேறெங்கு தேவாயில்லை சிரிக்கலாம் பறக்கலாம் சிரிக்கலாம் பறக்கலாம்
சிரிக்கலாம் பறக்கலாம் இறக்கைகள் முளைத்ததே மிதக்கலாம் குதிக்கலாம் கவலைகள் மறக்குமே சிரிக்கலாம் பறக்கலாம் இறக்கைகள் முளைத்ததே மிதக்கலாம் குதிக்கலாம் கவலைகள் மறக்குமே ഭാഗ്യമല്ലേ എപ്പോഴും ഇങ്ങനെ ഈ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാൻ. അത് ഞാൻ ഒരു ചോദിക്കട്ടെ, ഈ ലൈവിൽ നമ്മൾ വരികൾ പാടുക, നമ്മൾ ഈ ന്യൂസൊക്കെ വായിക്കാൻ ചിലപ്പോൾ അക്ഷരത്തെറ്റ്, നമ്മൾ ടങ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ലൈവിൽ നമ്മൾ ഈ പാടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അക്ഷരങ്ങൾ വാക്കുകളൊക്കെ മാറിപ്പോ അങ്ങനെ എന്റെ മാറിയിട്ട് അവന്മാരുടെ ആയിരിക്കും മലയാളം പാടുന്നത്. റാസിക്കിനാണോ ഉദ്ദേശം? റാസിക്ക് അവൻ പാടാറില്ലല്ലോ. റാസിക്കിന് എപ്പോഴെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? ചേഞ്ച് വേർഡ്സ്, Change words. As in, like ആസ് എ മിസ്റ്റേക്ക്. singing. മലയാളം സോങ്സ് ടങ് ട്വിസ്റ്റ്. Oh yeah, definitely. In Kanta only, when I was trying to learn the song, I didn't know. So I don't know the meaning of most of the songs. But വാട്ട്സ് ദ മീനിങ് ഓഫ് കാന്ത? Kanta means lover, right? Yeah. Yeah, I mean, Kanta. that much I know, yeah. മിടുക്കനാ. അവന് ഞാൻ ആദ്യം വരണ്ടായിരുന്നില്ല. Nyanum varam. പെർഫെക്റ്റ്. ഞാനും This is the practice. ഓക്കെ. കാന്ത Kanda, Nyanum varam. Trishur, Puram kanam. Puram kanam. രം Ram. പൂരം. പുരം പൂരം. Ram. നോ റമ്മിന്റെ റായല്ല രാ രാ Ram. പുരം. രം. Ram. Yeah. Ram. മീനിങ് പൂരം. Puram means festival. ആ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പടപടപട പെർഫെക്റ്റ് ക്ലാസ് ആയിരുന്നല്ലോ ഇപ്പോ. ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട. ഇരിങ്ങാലക്കുട. Irinyalakuda. ആ ആരെ ക്ലാസ് എടുത്തിരുന്നേ? Varun Sunil. മാഷ് കൊള്ളാം. ഫസ്റ്റ് വേർഡ് എന്താ പഠിച്ചേ മലയാളം? First thing that I learned in Malayalam. Malayalam. Oh, I shouldn't say that. ഡേഞ്ചർ. I should not say that. അത് മാഷാണോ പഠിപ്പിച്ചേ? Yeah, I mean, നോ മാഷ്. Mash is what? Master's teacher. Master. Teacher. Everybody I mean, else. Even Abhi is my teacher. Wow. Thanks, da. I can tell each one what they taught me. Maybe we should not do that here. ഇഷ്ടമുള്ള കേരള ഫുഡ് ഏതാ? Which your favorite? Alfam. That's what അറബിക്കാണ് അൽഫാം. I've had the best alfam in Kerala only. ഓ അങ്ങനെ അല്ല കേരള. No, there is a restaurant called Paragon. And I like the biryani. Sadhya. Sadhya also I like. And payasam I love. ഓക്കെ. Hey, Sadhya, you don't like that. Don't like. പൊറോട്ട ബീഫ്. എത്ര പായസം കഴിച്ചിട്ടുണ്ട്? എത്ര പായസം? At one time, 4, 5, yeah. ഏതാ which is your favorite? White payasam. White പായസം. ആ പാൽ പായസം. Pal payasam. അവനല്ല അറിയാം. അവന്റെ ചോദിക്കേ. He knows. What is it called? മൈക്ക്. Palade. Sorry. Palada payasam. Favorite is palada. പാലട പായസം. ഓക്കെ. പാലട. ഓക്കെ. വേറെ Jaggery. ശർക്കര പായസം. Shakkara payasam. പ്രഥമൻ. Prathaman. അവല്ല ആളുടെ പേരാണ് സംഭവം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മള് കെനിയയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയിട്ട് മസായിമാരെ അറിയില്ലേ, മറ്റേ വൈൽഡ് ലൈഫ്. ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു ദിവസം ക്യാമ്പ് ഫയറിൽ ഇരുന്നിട്ട് ഹുട്ടിദരെ രാജ്കുമാർ സോങ് പുനീത് രാജ്കുമാറിന്റെ അച്ഛനുണ്ട്, രാജ്കുമാറിന്റെ ഒരു പാട്ട് ഞങ്ങൾ പാടി, ഭയങ്കര ഹിറ്റായി ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ. എന്നിട്ട് ഹുട്ടിദര എന്ന പാട്ടിന്റെ പേര്. ഹുട്ടിദരെ കന്നഡ നാടിനെ ಹುಟ್ಟಬೇಕು, അതാണ് ആ പാട്ടിന്റെ പേര്. ഒന്നൂടെ ആഹം പാടും. ಹುಟ್ಟಿದರೆ ಕನ್ನಡ ನಾಡಲ್ಲಿ ಹುಟ್ಟಬೇಕು, ಮೆಟ್ಟಿದರೆ ಕನ್ನಡ ಮಣ್ಣ ಮೆಟ್ಟಬೇಕು. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. വെൽക്കം ടു കന്നഡ, നൈസ് ടു മീറ്റ് യു, അങ്ങനെയാണോ? ಅರ್ಥ വലിയ മീനിങ്. ಹುಟ್ಟಿದರೆ ಕನ್ನಡ ನಾಡಲ್ಲಿ ಹುಟ್ಟಬೇಕು means you should be born in the land of Kannada. And ಮೆಟ್ಟಿದರೆ ಕನ್ನಡ ಮಣ್ಣ ಮೆಟ್ಟಬೇಕು. So if you're growing plants, you should grow it on the Kannada soil. That's what it means. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಚೆನ್ನಾಗಿದೆ. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ means it's very nice. Very nice. വെരി നൈസ്. അടിപൊളി. ലൈക്ക് ദാറ്റ്. നിങ്ങളെ ഒരുപാട് യാത്ര ചെയ്യാറില്ല ഇങ്ങനെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പോൾ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഭയങ്കര രസകരമായി തോന്നിയ ദ ഫണ്ണിയസ്റ്റ്, ഐ മീൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? Which is the funniest outside, funniest incident?
Funniest incident. എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ അബൌട്ട് യു. ഈ പാടിക്കൊണ്ടിരിക്കുമ്പോ ആരാധകരൊക്കെ വരുന്നില്ലേ? Stage experience. സ്റ്റേജ് എക്സ്പീരിയൻസ്. പാടിക്കൊണ്ടിരിക്കുമ്പോ ആരാധകർ പറഞ്ഞതിനേക്കാൾ വലിയ Kuwait experience was funny actually. So you want to tell? അഭിജിത്തിനാന്ന് കൂടുതൽ എനിക്കുള്ള അനുഭവങ്ങളുള്ള എക്സ്പീരിയൻസ് കിട്ടിയ ആളതേ ഇരിക്കുന്നു. എല്ലാം ഇങ്ങോട്ടാണല്ലോ വരുന്നേ. നമ്മളൊരു ഷോ ചെയ്യാൻ പോയി കുവൈറ്റില്. അവിടെ പറയൂ. പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞോട്ടെ എന്നൊക്കെ. അതല്ലേ, അല്ല അത്ര വൃത്തികെട്ട സംഭവം. അപ്പൊ നമ്മൾ ഷോ ചെയ്യാൻ പോയി. അപ്പൊ നമുക്ക് പെർഫോമൻസിന് മുന്നേ ചെറിയൊരു വിളക്ക് കൊളുത്തൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞ് ഇതെല്ലാം മാറ്റിയപ്പം അവിടെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ സ്റ്റേജിൽ വെറുതെ നിൽക്കാത്ത ആൾക്കാരാണ്. അതായത് ഇങ്ങനെ ചാടി 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 ഇങ്ങനെ ഭയങ്കര വൈബായിട്ട് നിൽക്കുന്നത്. ടുവേർഡ്സ് ദി എൻഡ് ചേട്ടനെടുത്ത് വെച്ച് ചാടി നന്നായിട്ടൊന്ന് തെന്നി അടിച്ചെല്ലി വീണു. മൊത്തത്തിലുള്ള Everybody started dancing. അത് കണ്ടിട്ട് ഇവൻ ചേട്ടന്റെ ചുറ്റും ഡാൻസ് ചെയ്യായിരുന്നു. ഇവൻ എന്റെ ചുറ്റിനെ കിടന്ന് ഓടുന്നു. Circling him. So we just didn't stop basically. അടുത്തവണ നിങ്ങൾ ഇങ്ങനെ ഒരു പെർഫോമൻസും കൂടി വേണം. അങ്ങനെ അതൊരു അല്ല എല്ലാവർക്കും ഐ തിങ്ക് പേഴ്സണലി എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ കമ്പോസ് ചെയ്യുമ്പോഴേ, ഈ പാട്ടുകൾ എഴുതുമ്പോഴൊക്കെ ഈ അതിന്റെ ട്യൂൺ, അതിന്റെ വരികൾ എഴുതിയിട്ടാണോ നമ്മൾ കമ്പോസ് ചെയ്യുന്നത്? പഴയ സിസ്റ്റം ഇല്ലേ, പണ്ട് ONV ഒക്കെ എഴുതുന്ന പോലെ ഒരു പാട്ട് എഴുതുന്നു, അതിന് ശേഷം മ്യൂസിക് ഡയറക്ടർക്ക് കൊടുക്കുന്നു, അതിനനുസരിച്ചൊരു കമ്പോസ് ചെയ്യുന്നു മ്യൂസിക്. ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പൊ അങ്ങനെ ഒരു ലിറിക്ക് കിട്ടിയിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്, അല്ലാതെ മ്യൂസിക് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ അതായത് പെട്ടെന്നൊരു ഓണം മൂഡ് പിടിക്കണം, പെട്ടെന്നൊരു സോങ് വേണം. അപ്പം ആദ്യത്തെ ആ ഒരു രീതി, ആദ്യം നമ്മളെ ട്യൂണാണോ നോക്കുക, അല്ലെങ്കിൽ ലിറിക്സ് അങ്ങനെ, അതാണ് ചോദിക്കാം. ആ ഒരു പ്രോസസ്സ്. ഇപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്താൽ ഓരോ മൂഡ് പോലെ അല്ലേ. ഇപ്പൊ ഡിപ്പെൻസ് അല്ലേ. ഇവരൊക്കെ രണ്ടുപേരും ഓരോ രീതിയിൽ ചെയ്യും. ഇപ്പൊ റാസിക്ക് ആദ്യം ഒരു മെലഡി ഉണ്ടാക്കും, അതിനൊരു ഇംഗ്ലീഷ് വരികൾ എഴുതും അല്ലെങ്കിൽ ഹിന്ദി വരികൾ എഴുതും തരും. കഴിഞ്ഞ ദിവസം അഭിജിത്ത് ഒരു പാട്ട് ചെയ്തിട്ട് അത് പെട്ടെന്നൊരു 2 ലൈൻസ് കമ്പോസ് ചെയ്യാൻ പറ്റുമോ? ഓണം മൂഡ് പിടിച്ച് പെട്ടെന്ന് ഇപ്പോഴോ എഴുതാൻ എഴുതാനോ അതോ ലിറിക് ഉണ്ടോ? ലിറിക് നമ്മൾ തന്നെ കൊണ്ടുപോകാം. ലിറിക്ക് ആര് എഴുതി തരും? ഞാൻ എഴുതണം. ലിറിക്ക് ഞാൻ എഴുതണം. തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ. അതൊരു പാട്ടല്ലേ? തിരുവോണ പുലരി പുലർന്നു, നാടെങ്ങും ഓണം ഉണർന്നു. ആരാ പറഞ്ഞേ? ആദ്യത്തെ വരെ എനിക്ക് അവിടെ നീട്ടിയതാ. തിരുവോണ പുലരി പുലർന്നു, നാടെങ്ങും പുലർന്നു പിറന്നുന്നാക്കിക്കോളൂ. നാടെങ്ങും ഓണമുണർന്നു, നാടെങ്ങും ഓണമുണർന്നു. രണ്ടുപേരും അത് പാടും. എങ്ങനെ വരി പറഞ്ഞ? തിരുവോണ പുലരി പുലർന്നു, തിരുവോണ പുലരി പിറന്നു, ബാക്കി നാടെങ്ങും ഓണം ഉണർന്നു. നാടെങ്ങും ഓണം ഉണർന്നു. ഏതില്ല? വരവേൽക്കാം അങ്ങനെ തിരുവോണ പുലരി പിറന്നു, എന്താ? നാടെങ്ങും ഓണം ഉണർന്നു, നാടെങ്ങും ഓണമുണർന്നു. തിരുവോണ ഇപ്പൊ നമ്മൾ പെട്ടെന്നൊരു പാട്ട് ആയി, ഇപ്പൊ ലൈവ് നമ്മൾ പാടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പാട്ട് എഴുതുന്ന സമയത്ത് ഈ അർത്ഥമില്ലാത്ത ചില വരികൾ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയാണോ പറയുന്നത്? പക്ഷെ അതിന്റെ അപ്പുറത്തെ ഒരു സൈഡ് കൂടെ പറയും, ഈ ഞാൻ പറഞ്ഞ പോലെ ഈ മക്കസായി അങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്ത്. പക്ഷെ അതൊരു ആ പാട്ടിന്റെ ഒരു എനർജിയും കൂടിയാണ് നിർത്തുന്നത്. ആ മക്കസായി അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു കമ്പോസ് ചെയ്യുന്ന പാട്ടുകളുണ്ടോ നമുക്ക്? നമ്മളെല്ലാരും പാട്ട് കമ്പോസ് ചെയ്യുമ്പോ ഇതുപോലെ ജിബ്രിഷിലാണ് മെലഡി വരുന്നത് തന്നെ ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരും. ഈ ഞഞ്ഞാണ് പിന്നീടൊരു പാട്ടായിട്ട് മാറുന്നത്. ആലായൽ തറ വേണം നമ്മുടെ ഹിറ്റ് പാട്ടില്ലേ? അപ്പോ ആ പാട്ട് പക്ഷെ നിങ്ങൾ പാടുമ്പോ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാ. നമുക്കൊന്ന് കേട്ടാലോ? വളരെ അല്ലല്ല പാട്ട് കേക്കാം. ഏതന്താനാനേ
ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ഏതെന്താനേതെന്താനേ, ഏതെന്താനേതെന്താനേ. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പൂമാനിനി മകളായാൽ അടക്കം വേണം. പൂമാനി മകളായാൽ അടക്കം വേണം. നാടായാൽ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടായാൽ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം. നാടിന് ഗുണമുള്ള പ്രജകൾ വേണം. നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. നമ്മൾ ഈ ലൈവ് പെർഫോമൻസ് ആണല്ലോ നടത്തുക. ഒരു ഗായകനെ സംബന്ധിച്ചോളം ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് നേരെ സൂര്യയുടെ റിയാക്ഷനിലേക്കാണ് പോയത്. എക്സ്പ്രഷനും അതുപോലെ ഇമ്പോർട്ടൻ്റ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എക്സ്പ്രഷൻ മാത്രമല്ല, ഇത് എനിക്കും അബിക്കും റാസിക്കിനോ സൂര്യക്കൊക്കെ എക്സ്പ്രഷൻ വരുന്നത് നമ്മൾ വായിക്കുന്ന മ്യൂസിക് എങ്ങനെയാണെന്നുള്ളത് കേട്ടാണ് നമുക്ക് എക്സ്പ്രഷൻ വരുന്നത്. നമ്മൾ ആരെയും സത്യമായിട്ട് പറയാം, ആരെയും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എക്സ്പ്രഷൻ ഇടുന്നത്. എക്സ്പ്രഷൻ ഇടുന്നതല്ല, നമ്മൾ അവിടെ അഭിനയിക്കുകയല്ലല്ലോ. നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ വായിക്കുന്ന എന്താണോ അല്ലെങ്കിൽ അവൻ പാടുന്ന എന്താണോ അതിൽ നിന്ന് എക്സ്പ്രഷൻ വരുന്ന. ചില സമയത്ത് ആ എക്സ്പ്രഷൻ നമുക്ക് കുടിച്ച വെള്ളത്തിൽ കാണാനും തോന്നില്ല, അതുപോലെ ആയിരിക്കും. ചില സമയത്ത് നന്നായിരിക്കും. അപ്പോൾ അത് ഓരോ സമയത്തുള്ള എക്സ്പ്രഷൻസ് ആണ്. അത് ഞാൻ കൊട്ടുമ്പോൾ കുറേ പേര് വന്നിട്ട് പറയണേ എന്ത് കോപ്രായടാ ഈ മോന്ത വെച്ച് കാണിക്കണമെന്ന്. ലൈവില് നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഇന്നൊരു സാധനം വായിക്കണം എന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനൊരു സാധനം വായിക്കണം എന്നുണ്ട്. അത് കുറേ നേരം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പലതരത്തിലുള്ള എക്സ്പ്രഷൻ വരും. അബിക്കൊരു സാധനം പാടണമെന്നുണ്ട്. ഈ കൂട്ടത്തിലെ ഒട്ടും എക്സ്പ്രഷൻ ഇടാത്ത ഒരാൾ എനിക്ക് തോന്നുന്നു റാസിക്കാണ്. അങ്ങനെയൊന്നുമില്ല, അവൻ പാടാത്തതുകൊണ്ടായിരിക്കും അവൻ ഇതുവരെ റാസിക്കിനെ കൊണ്ട് എക്സ്പ്രഷൻ എനിക്കൊന്ന് എന്റെ അടുത്തിരിക്കുന്നോണ്ടാണെന്ന് അറിയത്തില്ല, എക്സ്പ്രഷൻസ് ഒന്നും വരുന്നില്ല. No expressions for you. Is it because you are sitting next to her? You are stunned or what? റാസിക്ക് ഒരു പഞ്ചാബി പാട്ട് പാടിത്തരും എനിക്ക്. For me. ഓ വേറെ ലെവലേ. മാറി റേഞ്ച് മാറി. निम्मिया तू कुछ देर पाके रख ले, पल्ले विच मुखड़ा लुका के रख ले. निम्मिया तू कुछ देर पाके रख ले, पल्ले विच मुखड़ा लुका के रख ले. आवे करी ना किसी दे नाल प्यार, मुंडिया तू बच के रही नी तू हुण होई मुंडिया, मुंडिया तू बच के रही नी तू हुण होई मुंडिया, मुंडिया तू बच के रही. तेरा की कसूर जे नशीले नैन हो गए, सिख के अदावा शर्मीले नैन हो गए. हो तेरा की कसूर जे नशीले नैन हो गए, सिख के अदावा शर्मीले नैन हो गए. साब के रखनी है जोबन पुटारी, साब के रखनी है जोबन पुटारी. हुण मुड़ के नानी है बहार, मुंडिया तू बच के रही नी तू हुण हुई मुंडिया, मुंडिया तू बच के रही नी तू
हुण हुण हुई मुंडिया तो बच के रही. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് ഇതാണോ വരുൺ? അല്ലല്ല, യു സിംഗ് എ സോങ് ഫോർ ഹെർ നോ? Oh yeah, I mean Mundia should not be the song I should dedicate to you. ആണുങ്ങളുടെ സോങ്, മീൻസ് ബോയ്സ് സോങ്, എനിക്ക് വേണ്ടി ഒരു സോങ് ഫോർ ഹെർ. ഓണത്തിനൊക്കെ പൂട്ടുകച്ചവടം. I don't know anything fitting for Onam, but എനിക്ക് വേണ്ടി ആയിരുന്നില്ല. I'll sing a Hindi song for her. No, she wants Malayalam. Oh, Malayalam. Oh, I know one song. Acting. Of course, മലയാളം. I know one song. ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം എന്നെന്നിന വഴിയിൽ നിന്നോമൽ കാൽത്താളം ഈയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായ ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ എന്നിവളെ നീ മൂടുമോ എൻ പണിമതിവളിലെ മലരൊളി അഴകിടை നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം. ഓ താങ്ക് യു. Thank you. ഞാൻ വീണുപോയി. ഞാൻ മുതലാളി പറയൂ, ഈ ഒരു 10 വർഷത്തെ 10 അല്ല 11 years അല്ലേ അത് നിങ്ങളുടെ ആ ഒരു വളർച്ചയെ ഭയങ്കര സക്സസ് ആണ്. ആ വളർച്ച എങ്ങനെ കാണാം? നല്ല ഇത് തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഇത്രയും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ബാൻഡിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാർ മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിന് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇവർ രണ്ടുപേരും സമയമായി ആ സമയം ആയി എന്നുള്ളതാണ്. നമുക്ക് ചിലരൊക്കെ വിട്ടുപോയിട്ടില്ലേ? വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയി എന്ന് നമ്മൾ പറയില്ല, നമ്മളെ ആരും വിട്ടുപോയതല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിനെ അങ്ങനെ അതിൻ്റെതായ രീതിയിൽ മാറ്റിയതാണ്. അതല്ലാതെ അതിനൊരു വിട്ടുപോക്കം ഒന്നും ഉണ്ടായിട്ടില്ല. മേജർലി നമ്മളൊരു ഒരു സംഭവം നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഫിൽട്ടർ ചെയ്യേണ്ടി വരും. ഒരുപാട് നല്ല സംഭവങ്ങൾ നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ അതിൽ കുറെ ഫിൽട്രേഷൻ വരും. അങ്ങനെ വന്ന് അതായത് നമ്മുടെ ഒരു ടീം വർക്ക് അല്ലേ? അപ്പൊ ഇതില് എല്ലാം ടീം അതെ. അപ്പം ഈ വിയോജിപ്പുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഒരു ഇഷ്ടമാതിരി ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് വിയോജിപ്പല്ല, എല്ലാവരുടെയും ട്രസ്റ്റ് ആണ്. റാസിക്ക് ഒരു പാട്ട് പാടുന്നു, അല്ലെങ്കിൽ സൂര്യ ഗിറ്റാർ വായിക്കണം, അല്ലെങ്കിൽ അഭിജിത്തോ അല്ലെങ്കിൽ ബാൻഡിലുള്ള ബാക്കിയുള്ള വ്യക്തികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ട്രസ്റ്റാണ്, ഒരു വിശ്വാസമാണ്. അത് അതിലും മുമ്പോട്ട് നീങ്ങും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതുകൊണ്ട് അതൊരു വിശ്വാസമാണ്. അടുത്തത് എന്താണ് നമ്മുടെ റീസെന്റ് പ്രോജക്റ്റ്? എന്താണ് ഈ രവി മോഹന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. രവി മോഹൻ സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഇനോഗ്രേഷൻ അല്ല ലോഞ്ചിന് ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. രവി മോഹന്റെ പാർട്ട്ണർ കെനീഷ നമ്മുടെ മസാല കോഫിയുടെ വലിയൊരു എന്താ പറയുക ഒരു മസാല കോഫി പിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് രവി മോഹന്റെ പാർട്ട്ണർ കെനീഷ. അങ്ങനെ മസാല കോഫിയാണ് ആ ഇവന്റ് സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. പിന്നെ അവരായിട്ട് നല്ലൊരു അസോസിയേഷൻ ഉണ്ട് ഞങ്ങൾക്ക്. സോ അങ്ങനെ കുറേ സിനിമ കോളിവുഡിലുള്ള ഒരുപാട് നടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ശിവകാർത്തികേയൻ, കാർത്തി, ജനീലിയ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഈ ഫംഗ്ഷന്. ചെന്നൈയിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആൽബം എക്താര എന്ന് പറയുന്ന ആൽബത്തിൻ്റെ പാട്ടുകൾ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് വരും. അങ്ങനെ അപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു തിരുവോണം ആശംസിക്കുകയാണ്. ഈ ഓണാഘോഷം ഇവരെ പോലെ തന്നെ ഇങ്ങനെ ഗംഭീരമാട്ടെ, ഇങ്ങനെ നല്ല എനർജിയോടെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ടീം മസാല കോഫി എന്താണ് പറയാനുള്ളത്? ലോകത്തുള്ള എല്ലാവർക്കും ഞങ്ങൾ മസാല കോഫിയുടെ വക ഓണാശംസകൾ. ആൻഡ് ഒരു ചെറിയ സമ്മാനം ലോകത്തെ എല്ലാ സ്ഥലത്തും ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ തൈതോം തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ
ദൈദൈദോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ ദഗദൈദൈദോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ ദഗദൈദൈദോ കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈ ദഗദൈദൈദോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താ തിത്തൈദോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ ദഗദൈദൈദോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ ദഗദൈദൈദോ വരവേൽക്കാനാളു വേണം തിത്തൈ ദഗദൈദൈദോ കോടി തോരണങ്ങൾ വേണം തിത്തിത്താ തിത്തൈദോ വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ ദഗദൈദൈദോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ ദഗദൈദൈദോ Yeah.